ഫ്രണ്ട്സ്, എയ്ഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4th സ്റ്റാൻഡേർഡിലെ കണക്കിലെ ഫസ്റ്റ് യൂണിറ്റ് വരകളും രൂപങ്ങളും എന്ന് പറയുന്ന പാഠഭാഗവുമായി LSSന് ചോദിക്കാവുന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ എത്ര സമചതുരങ്ങൾ ഉണ്ട്? ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ദി ഗിവൺ സെറ്റ്? എത്ര സമചതുരങ്ങൾ ഉണ്ട് മക്കളെ? എങ്ങനെയാ നമ്മൾ അത് കണ്ടെത്തുക? സമചതുരങ്ങളുടെ ഒരു പ്രത്യേകതയാണ് 4 വശങ്ങളും തുല്യമായിരിക്കും അല്ലെ. 4 സൈഡ്സ് ആർ ഈക്വൽ. അങ്ങനെ 4 വശങ്ങളും തുല്യമായിട്ടുള്ള എത്ര ചതുരങ്ങളാണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ഫസ്റ്റ് വൺ അല്ലെ, 4 വശവും തുല്യമാണ് അല്ലെ, ഒരെണ്ണം. ദെൻ അനദർ വൺ. ഓക്കെ, 4 വശങ്ങളും തുല്യമായ 2 സമചതുരങ്ങളാണുള്ളത്. അപ്പൊ ആൻസർ ഈസ് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഹാസ് 4 ഈക്വൽ സൈഡ്സ്. 4 വശങ്ങൾക്കും ഒരേ നീളമുള്ള ചതുരമാണ് ഡാഷ്. 4 വശങ്ങളും തുല്യമായിട്ടുള്ള ചതുരത്തിന് നമ്മൾ എന്താ മക്കളെ പറയാ? സ്ക്വയർ അല്ലെ, സമചതുരം. അപ്പൊ ആൻസർ ഈസ് സ്ക്വയർ ഹാസ് 4 ഈക്വൽ സൈഡ്സ്. 4 വശങ്ങൾക്കും ഒരേ നീളമുള്ള ചതുരമാണ് സമചതുരം. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദീസ് ഷേപ്പ്? ഈ ആകൃതിക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം വൃത്തസ്തൂപിക, സർക്കുലാർ സിലിണ്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് എ സ്ഫിറിക്കൽ ഒബ്ജക്റ്റ്. ഗോളാകൃതിയിലുള്ള ഒരു വസ്തുവിന്റെ പേരെഴുതുക. ആൻസർ ഈസ് ബോൾ, പന്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the length of wire required to fence a rectangular area with a side of 6 meters and 7 meters? 6 മീറ്റർ 7 മീറ്റർ എന്നീ വശങ്ങളുള്ള ചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് ചുറ്റും വേലി കെട്ടുന്നതിന് വേണ്ട കമ്പിയുടെ നീളം എത്ര? അപ്പൊ എങ്ങനെയാ മക്കളെ ഇതിന്റെ ആൻസർ കണ്ടെത്തുക? ആദ്യം നമുക്ക് അതിന്റെ പിക്ചർ ഒന്ന് വരച്ചു നോക്കാം അല്ലെ. 6 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ നീളമുള്ള വശങ്ങളുള്ള ചതുരാകൃതിയായ ഒരു സ്ഥലം അല്ലെ. 6 മീറ്ററും 7 മീറ്ററും ആണ് അല്ലെ വശത്തിന്റെ നീളം. അപ്പൊ നമുക്ക് അത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇങ്ങനെയാണ് 6 മീറ്ററും 7 മീറ്ററും നീളമുള്ള വശങ്ങളാണ് അല്ലെ. ഒരു വശം 6 മീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 6 മീറ്റർ ഉള്ള ഒരു ചതുരത്തിന്റെ ഓപ്പോസിറ്റ് വശം എത്രയായിരിക്കും മക്കളെ? അതേ അളവ് തന്നെ ആയിരിക്കൂലേ, 6 മീറ്റർ തന്നെ. ദെൻ 7 മീറ്റർ ആവുമ്പോൾ 7 മീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ളത് എത്രയായിരിക്കും? 7 മീറ്റർ തന്നെ വരും അല്ലേ. അപ്പം 7 മീറ്റർ എന്ന് ഞാനിവിടെ എഴുതി. ഓക്കെ, ദെൻ നമുക്ക് ഇതിന്റെ മൊത്തം വേലി കെട്ടാൻ ആവശ്യമായി, ഇങ്ങനെ ചതുരാകൃതിയുള്ള ഒരു സ്ഥലത്തിന് മൊത്തം വേലി കെട്ടാൻ ആവശ്യമായിട്ടുള്ള കമ്പിയുടെ നീളാണ്. അപ്പൊ നമുക്ക് ഈ മൊത്തം അളവുകളൊന്ന് കൂട്ടി നോക്കിയാ പോരെ? അപ്പൊ എത്രയാ വരിക? ആദ്യം ഒരു വശം 6 എടുത്തു, ദെൻ നെക്സ്റ്റ് 7 എടുത്തു, ദെൻ അതിന്റെ ഓപ്പോസിറ്റ് 6 എടുത്തു, അതിന്റെ ഓപ്പോസിറ്റ് 7 എടുത്തു. ടോട്ടൽ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? ഒന്ന് കൂട്ടി നോക്കി എല്ലാവരും. ടോട്ടൽ നമുക്ക് എത്ര ഉണ്ടാവും? 26 മീറ്റർ കമ്പി വേണം. അപ്പൊ ടോട്ടൽ എത്ര വേണം? 26 മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വശങ്ങളില്ലാത്ത ഒരു ജ്യാമിതീയ രൂപമാണ് ഡാഷ്. A geometrical figure without side is dash. വശങ്ങളില്ലാത്ത ജ്യാമിതീയ രൂപം ഏതാണ് മക്കളെ? ഏതാണ്? ആൻസർ ഈസ് വൃത്തം അഥവാ സർക്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which set cannot draw a square of given dimension below? താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ചതുരം വരക്കാൻ കഴിയാത്ത കൂട്ടം ഏത്? ഏതൊക്കെയാണ് മക്കളെ? ഓപ്ഷൻ എ 5 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ. ദെൻ ഓപ്ഷൻ ബി 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 9 സെന്റിമീറ്റർ 9 സെന്റിമീറ്റർ. Then option C
4 centimeter, 7 centimeter, 5 centimeter, 9 centimeter. Option D, 10 centimeter, 6 centimeter, 10 centimeter, 6 centimeter. എങ്ങനെയാ മക്കളെ നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടെത്തുക? ഒരു റെക്ടാങ്കുലറിന് എത്ര സൈഡ്സ് ഉണ്ട്? 4 സൈഡ്സ് അല്ലെ? ചതുരത്തിന് 4 വശങ്ങളാണുള്ളത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും അല്ലെ? ഈ വശത്തിന് തുല്യമായിരിക്കും എന്ത്? അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ വശം, അതിന് നേരെ എതിരെയുള്ള വശങ്ങൾ പരസ്പരം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ ഒന്ന് നോക്കിയേ. അതിനകത്ത് ഏതായിരിക്കും തുല്യമല്ലാത്തത്? ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി. എന്താ പ്രത്യേകത? 4 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 9 സെന്റിമീറ്റർ, ഇങ്ങനെ വ്യത്യസ്ത അളവുകളാണ് അല്ലെ? ബാക്കി എല്ലാത്തിലും 2 വശങ്ങൾ പരസ്പരം തുല്യമായിട്ടാണ്. ഓപ്ഷൻ എയിൽ 5 സെന്റിമീറ്റർ 2 വശങ്ങളുണ്ട്, 12ഉം 2 വശങ്ങളുണ്ട്. ഓപ്ഷൻ ബിയിലും 6 സെന്റിമീറ്റർ 2 ഉണ്ട്, അതുപോലെ തന്നെ 9 സെന്റിമീറ്ററും 2 അളവുകളുണ്ട്. അങ്ങനെ ഓപ്ഷൻ ഡിയിലും 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും ഈ 2 അളവുകൾ ഉണ്ട്. പരസ്പരം ഓപ്പോസിറ്റ്സ് അളവുകൾ തുല്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആൻസർ ഏതായിരിക്കും വരിക? ഓപ്ഷൻ സി, 4 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ ആൻഡ് 9 സെന്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് പിക്ചർ? അടുത്ത ചിത്രം ഏതാണ്? ഏതാണ് മക്കളെ അടുത്ത ചിത്രമായിട്ട് വരിക? എങ്ങനെ മക്കളെ ഇതിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തുക? എല്ലാ ചിത്രത്തിനകത്തും കോമൺ ആയിട്ട് സർക്കിൾ ഉണ്ട്, വൃത്തം ഉണ്ട് അല്ലെ? അതിനകത്ത് ട്രയാങ്കിളും ഉണ്ട് അല്ലെ? ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൽ വരുന്ന മാറ്റത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത്. അപ്പൊ അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചിത്രത്തിലെ ട്രയാങ്കിൾ ഇങ്ങനെ താഴോട്ടാണ് അല്ലെ? ദെൻ സെക്കൻഡ് ചിത്രത്തിലെ ട്രയാങ്കിളിന്റെ എൻഡ് ഇങ്ങനെ മുകളിലേക്ക് കൂർത്ത് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തേർഡ് പിക്ചറിൽ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ട്രയാങ്കിൾ ഇങ്ങനെ ഒരു സൈഡിലേക്കാണ്, അഥവാ ലെഫ്റ്റ് സൈഡിലേക്കാണ് അല്ലെ? അങ്ങനെയെങ്കിൽ അടുത്തത് ഇനി എങ്ങോട്ടായിരിക്കണം മക്കളെ ഉണ്ടാവുക? ഇതുവരെ വരാത്തൊരു സൈഡിലേക്കല്ലേ വേണ്ടത്? റൈറ്റ് സൈഡിലേക്ക് വേണം അല്ലെ? റൈറ്റ് സൈഡിലേക്ക് എന്താവണം? റൈറ്റ് സൈഡിലേക്ക് ആയിരിക്കണം. അപ്പൊ നമ്മുടെ ചിത്രം എങ്ങനെ വരും? ഇങ്ങനെ വരും. ഇനി നമുക്ക് തന്ന ഓപ്ഷനിലെ ഏതാണ് കറക്റ്റ് ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത്? വിച്ച് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഓപ്ഷൻ എ, എല്ലാ ചതുരവും സമചതുരമാണ്. ഓപ്ഷൻ ബി, എല്ലാ സമചതുരവും ചതുരമാണ്. ഓപ്ഷൻ സി, എല്ലാ ചതുരത്തിന്റെയും 3 വശങ്ങൾ തുല്യമാണ്. ഏതാണ് മക്കളെ ശരിയായ പ്രസ്താവന? നമുക്ക് എല്ലാ പ്രസ്താവനയും ഒന്ന് നോക്കാം അല്ലെ? ഓപ്ഷൻ എയില് എല്ലാ ചതുരവും സമചതുരമാണ്. സമചതുരമാണോ? ഒരു ചതുരത്തിന്റെ 4 വശങ്ങളും തുല്യമായ മാത്രമേ എന്താവുള്ളൂ? സമചതുര ആവുള്ളൂ. എ സ്ക്വയർ ഹാസ് 4 ഈക്വൽ സൈഡ്സ്. ഓപ്ഷൻ ബി എന്താ പറയുന്നത്? എല്ലാ സമചതുരവും ഒരു ചതുരമാണ്. ചതുരമല്ലേ? കറക്റ്റ് ആണ് അല്ലേ? ദെൻ ഓപ്ഷൻ സിയിലോ ഒരു ചതുരത്തിന്റെ 3 വശങ്ങൾ എന്നാ പറയുന്നത്. ചതുരത്തിന് എത്ര വശങ്ങൾ ഉണ്ട് എന്നാ നമ്മൾ പഠിച്ചത്? 4 വശങ്ങളല്ലേ? അപ്പൊ അത് തെറ്റാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി, എല്ലാ സമചതുരവും ചതുരമാണ്. എവരി സ്ക്വയർ ഈസ് എ റെക്ടാങ്കിൾ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ തീർച്ചയായും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വീണ്ടും വരാം. ബൈ.